എന്താ പറഞ്ഞേ? നീ പറഞ്ഞതൊക്കെ സത്യമാണോ? അയ്യോ അതെ ചേച്ചി, ഇന്നും വൈദേഹി എന്ന് പറഞ്ഞ് എപ്പോഴും കേറി വരാറുള്ളതല്ലേ, ഇന്നും കേറി വന്നു. ഇന്ദുമ്മയുടെ പിറന്നാളിന് ദേവന്റെ നിശ്ചയൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാ. അപ്പളാ ഇവര് കേറി വന്നത്. എല്ലാം അതോടെ പൊളിഞ്ഞു. ഞാനത് ചേച്ചി അറിയിച്ചെന്നുള്ളൂ. ഊർമിള ചേച്ചി പുറത്തു പോവാൻ പറഞ്ഞതാ. അപ്പോഴാ വക്കീൽ സാറ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്. ഇവൾക്കിത് എന്തിന്റെ കീടാ ഈശ്വര? ആ വൈദേഹി അവിടെ നിന്നാ ഈ വക്കീലിന്റെ കല്യാണം ദേവനൊപ്പം നടക്കില്ലല്ലോ. അത് അവൾക്കും അറിയാവുന്നതല്ലേ. ആർക്കറിയേച്ചി, ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയാൻ മേലേ. ആ വീട് ഇനി പുതിയ വല്ല സംഭവം ഉണ്ടായ ഉടനെ എന്നെ അറിയിച്ചേക്കണം. ശരി ചേച്ചി. എന്തു പറ്റി ചന്ദ്രികേ? ഇനി എന്തു പറ്റാനാ? ആ വൈദേഹി വീണ്ടും ദശരഥരാമവർമ്മയുടെ വീട്ടിൽ കയറി. ഇനി അവിടെ തന്നെ നിക്കാൻ പോവാത്രേ. അതെങ്ങനെയാ? അവള് വൈദേഹി അല്ലാന്നും എന്റെ മരുമോള് വൈശാലിയാണെന്നും അവർക്കറിയാവുന്നതല്ലേ. പിന്നെന്തിനാ അവര് കയറ്റിയേ? എന്റെ കഷ്ടകാലം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊക്കെ വല്ലോടും നടക്കുവോ? വൈദേഹി അവിടെ തന്നെ നിന്നാ അവള് പതുക്കെ പതുക്കെ ദേവന്റെ മനസ്സ് മാറ്റിക്കളായി. എന്തെങ്കിലും ചെയ്യ് ചന്ദ്രികേ. കുറെ അനുഭവങ്ങൾ ഉള്ളതാണല്ലോ. വൈദേഹി അവിടെ നിന്നാ ആ കുടുംബത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈദേഹി അവിടുന്ന് പുറത്തു വരണം. നമ്മുടെ കൺമുൻപിൽ വെച്ച് ആ കുടുംബം തകരുന്നത് നമുക്ക് കാണണം. ഇവളിപ്പം നമ്മളെ വേരോടെ നശിപ്പിക്കുമെന്ന് തോന്നല്ലോ. തുമ്പിയല്ലേ അവള്. കല്ലെടുക്കാൻ പ്രാപ്തിയില്ലെന്ന് വിചാരിച്ചപ്പോഴൊക്കെ അവളതല്ലെന്ന് തെളിയിച്ചിട്ടുണ്ട്. അവള് പുറത്തുള്ളപ്പോ തന്നെ നമ്മൾ അവളെ കൊല്ലേണ്ടതായിരുന്നു. ആ വീട്ടിൽ കേറിയ ശേഷം അവളെ തൊടാൻ ഇത്തിരി പാടാ. കയ്യില് കിട്ടിയിട്ടും വിട്ടുകളഞ്ഞതല്ലേ. ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണിയമ്മേ. എല്ലാത്തിനും നിന്റെ മരുമോളാ കാരണം. ഏതോ ഒരുത്തൻ വൈദേഹിയുടെ അമ്മയെ കൊന്നെന്ന് കരുതി നിന്റെ മരുമോൾ എന്തിന് ഇടയ്ക്ക് കയറണം? അവളുണ്ടായിരുന്നെങ്കിൽ വൈദേഹി ജീവനോടെ ഉണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്ക്. അതെന്താണെന്ന് ഞാൻ ചെയ്തു കാണിക്കാം. വൈദേഹി മനസ്സിൽ കാണുമ്പോ ഞാൻ മാനത്ത് കാണും. അവളെ എങ്ങനെ പൂട്ടണോന്ന് എനിക്കറിയാം. കല്യാണിയമ്മേ, ഞാൻ ആ വൈദേഹിയും വെറുതെ വിടില്ല, ആ കുടുംബത്തെയും വെറുതെ വിടില്ല. എങ്ങനെ ഈ നിശ്ചയം നടക്കും? എന്റെ ദേവൻ കല്യാണം കഴിച്ച സന്തോഷത്തോടെ ഇരിക്കുന്നു കരുതിയപ്പോഴാ ഇങ്ങനെ ഒരു പുതിയ പ്രശ്നം. ഇനി ഈ കല്യാണം നടക്കുവോ? എന്റെ ദേവന്റെ ജീവിതത്തിൽ ഇനിയും സന്തോഷം ഉണ്ടാവുമോ? എന്തിനാ സംശയിക്കുന്ന എന്തുവമ്മേ? സഹതാപത്തിന്റെ പേരിലാ ദേവൻ ജീവൻ രക്ഷിച്ചത്. ഇപ്പൊ അതും പിടിച്ചോണ്ട് അവള് വൈദേഹിയാണെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് വൈദേഹിയാവാൻ പറ്റുമോ? എന്നാലും ദേവൻ അറിഞ്ഞൂടെ അവള് വൈദേഹി അല്ലാന്നുള്ളത്. അതുകൊണ്ട് ആരാധ്യയുടെ ഒപ്പമുള്ള കല്യാണത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത് ശരിയാ. എന്നാലും മനസ്സമാധാനം നഷ്ടപ്പെട്ടു കിട്ടിയില്ലേ? ഈ കല്യാണം നടത്തില്ലെന്നല്ല പറഞ്ഞിരിക്കുന്നെ. അത് കേട്ടിട്ട് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക? അവൾ എന്തേലും ചെയ്യാതെ അടങ്ങിയിരിക്കില്ല. തടസ്സങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി നമ്മുടെ കാര്യങ്ങളൊക്കെ നിർത്തിവെക്കണമെന്നുണ്ടോ? അവളുടെ ഉദ്ദേശവും ഇത് തന്നെയാണല്ലോ. ഈ കല്യാണം നിർത്തണം, അവൾക്ക് ഇവിടുത്തെ മരുമോളാവണം. അതൊക്കെ നടക്കുന്നത് വരെ ഇതുപോലെ ഓരോ പണി അവൾ ഒപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് ഇതെല്ലാം നിർത്തിവെച്ച ഒരു വഞ്ചകിയുടെ മുൻപിൽ ദശരഥരാമവർമ്മയുടെ കുടുംബം അടിയറവ് പറഞ്ഞ പോലായില്ലേ? അത് ശരിയാ വല്യമ്മേ. ഇന്നിനി എന്ത് സംഭവിച്ചാലും ഇന്ദു അമ്മയുടെ ജന്മദിനാഘോഷം നടക്കണം, ആരാധ്യയുടെയും ദേവന്റെ കല്യാണ നിശ്ചയം നടക്കണം. അത് ശരിയാ. വരുൺ പറഞ്ഞതിലും കാര്യമുണ്ട്. നിശ്ചയിച്ച പോലെ ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കണം. അത് വേണ്ട ആന്റി, എനിക്കിതിന് സമ്മതമല്ല. നിനക്ക് സമ്മതമല്ലാന്നോ? ഇതെന്താ ആരാധ്യ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്ന? ഇവരൊക്കെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, ഇപ്പം മാറ്റി പറഞ്ഞാൽ എങ്ങനെ? ഇനി നിനക്ക് കല്യാണത്തിന് താല്പര്യമെന്നാണോ? മിണ്ടാതിരിക്കട്ടെ. ഒരിക്കലും നല്ലത് വരില്ലല്ലോ വായിന്ന്. ഈ കല്യാണത്തിന് വേണ്ടിയല്ലേ വക്കീല് പണി പോലും വേണ്ടെന്ന് വെച്ച് ഇവിടെ നിൽക്കുന്നത്. എന്തിനാ മോളെ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവന്റെ ജീവിതത്തിലെ സന്തോഷം തിരിച്ചു കിട്ടാൻ
ഞങ്ങളെക്കാളും നീയല്ലേ ആഗ്രഹിച്ചത്. അവൻ വിഷമിക്കരുതെന്ന് പറഞ്ഞ് നീ തന്നെ ഇപ്പോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കൗസല്യേ, അവളൊരു വക്കീലാണ്. കാര്യമില്ലാതെ അവൾ അങ്ങനെ ഒന്നും പറയില്ല. അതെന്താന്ന് അവള് വ്യക്തമാക്കി തരും. അങ്കിള് പറഞ്ഞത് ശരിയാ. മനുഷ്യത്വത്തിന്റെ പേരിലാണ് ദേവൻ അന്ന് അവളെ രക്ഷിക്കാൻ ശ്രമിച്ചത്. അവള് വൈദേഹിയാണെന്നൊരു കള്ളക്കത്ത് എഴുതി കൊടുത്തത്. പക്ഷെ അത് വിശ്വസിച്ചാണ് ജഡ്ജി വിധി കൽപ്പിച്ചത്. ഒരു വക്കീലെന്ന നിലയ്ക്ക് ജഡ്ജിയുടെ തീരുമാനത്തിന് വില കൽപ്പിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അത് മാത്രല്ല, നിയമപ്രകാരം നോക്കിയാലും അവള് ദേവന്റെ ഭാര്യ തന്നെ. ഇപ്പൊ ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടത്തിയാലും അവൾക്ക് പോലീസിൽ പോയി പരാതി കൊടുക്കാൻ പറ്റും. കോടതിയിലെ നീതിക്ക് വേണ്ടി അവൾക്ക് പോരാടാനും കഴിയും. അപ്പോഴും അവള് തന്നെ വിജയിക്കും. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? അവളിനി ദേവന്റെ ഭാര്യയായി തുടരുമെന്നാണോ? നിങ്ങളുടെ കല്യാണം നടക്കില്ലെന്നാ? അവളെ രക്ഷിക്കാൻ ദേവൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അപ്പൊ ദേവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അതെ ഉർമിളെ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ മനഃപൂർവ്വം നുണ പറഞ്ഞുകൊണ്ട് രക്ഷിച്ചെന്ന കുറ്റത്തിന് ദേവനെ കോടതി ശിക്ഷിക്കും. അതുകൊണ്ടാണ് അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അത് ശരിയാണല്ലോ. ഇത്രയും കടന്ന് ചിന്തിച്ചില്ല. നീ ഈ വീടിന്റെ നന്മയാണല്ലോ ചിന്തിക്കുന്നേ. നിന്നെ പോലൊരു പെണ്ണ് ഈ കുടുംബത്തിലെ മരുമോളായ ഇവിടെയും നല്ലത് വരുമല്ലോ എന്ന് ഓർത്തപ്പോ ഇവൾ ഇതിനിടയ്ക്ക് കയറി എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇതിനൊരു പോംവഴിയില്ലേ? ഇനി എന്ത് പോംവഴി? എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞു. തെറ്റ് ചെയ്തത് ദേവൻ തന്നെയാ. അവളെ തൂക്കിലേറ്റിയ കേട്ടെന്ന് വിചാരിക്കാണ്ട് സഹതാപം തോന്നി പോലും. ദേവൻ ചെയ്തത് വലിയൊരു കാര്യം. നല്ലത് ചെയ്തപ്പോ ഇങ്ങനെയൊരു കുരുക്കിലാവുമെന്ന് ദേവനും ചിന്തിച്ചു കാണില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ കല്യാണം നടക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവള് വൈദേഹിയല്ല, വൈശാലിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദേവനെ കൊണ്ട് വൈദേഹിയാണെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നെന്ന് ആ തെളിവുകൾ വെച്ച് നമ്മൾ വാദിക്കണം. എന്നാലേ ദേവൻ ചെയ്തത് തെറ്റല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റൂ. വൈശാലിയെ കോടതി ശിക്ഷിക്കുകയും ചെയ്യും. ഇനിയിപ്പൊ അതെങ്ങനെ തെളിയിക്കാനാ? കോടതിന്ന് കിട്ടിയ നോട്ടീസും വെച്ചോണ്ടല്ലേ അവളെ ഭീഷണിപ്പെടുത്തുന്നേ? ഒന്നുമില്ലാതെ നമ്മളെ ശ്വാസം മുട്ടിച്ചവൾക്ക് ഇപ്പൊ എല്ലാം എളുപ്പമായി കഴിഞ്ഞില്ലേ? അങ്ങനെയൊന്നും ഇല്ല ആന്റി. എന്തായാലും അവള് വൈദേഹി അല്ലെന്ന് ഉറപ്പുണ്ടല്ലോ. അത് സത്യമാണെന്നുണ്ടെങ്കിൽ, ഒരിക്കൽ വൈദേഹി ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതല്ലെന്നും പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയും. അത് ഞാൻ ചെയ്തോളാം. ആദ്യം അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്നിട്ട് മതി ഞങ്ങളുടെ എൻഗേജ്മെന്റോ കല്യാണോ എന്തായാലും. നീ ആരാണ്? ഞാൻ തന്നെ ദേവേട്ട, ദേവേട്ടന്റെ വൈദേഹി. നിനക്കൊരിക്കലും എന്റെ വൈദേഹിയാവാൻ കഴിയില്ല. ദേവൻ തന്നെയാണ് ജഡ്ജിയുടെ അടുത്ത് ചെന്ന് നീ വൈദേഹിയാണെന്ന് പറഞ്ഞത്. ഇനിയെങ്കിലും സ്വന്തം മോളെ നോക്കി ജീവിക്കാൻ നോക്ക്. വീണ്ടും വൈദേഹിയാണെന്നും പറഞ്ഞ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പുറകെ വരാൻ നോക്കരുത്. എത്ര പ്രാവശ്യം തല്ലി പുറത്താക്കിയിട്ടും ഇപ്പോഴും അവള് വൈദേഹിയാണെന്ന് പറഞ്ഞ് കയറി വന്നിരിക്കുക. തൂക്ക് കയറി നിന്ന് രക്ഷപ്പെടുത്തിയ സ്വന്തം മോളുടെ കാര്യം നോക്കി ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇങ്ങോട്ട് കയറി വന്നാ ഞാൻ എന്താ അവളെക്കുറിച്ച് ചിന്തിക്കണ്ടേ? സ്വന്തം മോളെക്കുറിച്ച് പോലും ചിന്തയില്ലാത്ത ഒരു മോശം അമ്മയാണെന്നോ, അതോ സ്വന്തം കുഞ്ഞല്ലാത്തത് കൊണ്ട് ആ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാത്ത ഞാൻ അമ്മയെന്ന് കരുതിയ വൈശാലി എന്റെ വൈദേഹിയാണെന്നോ?
തമ്മിലുള്ള ബന്ധം മാത്രം പെട്ടെന്ന് വിടുവിക്കാൻ പറ്റുന്നതൊന്നുമല്ല. അത് ദേവേട്ടന് മനസ്സിലായില്ലെങ്കിലും ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ദേവേട്ടനെ ഓർമ്മിപ്പിക്കുന്നതാ. ദേവേട്ടൻ ഓർക്കുന്നുണ്ടോ? കുളിച്ച് നനഞ്ഞ മുടിയായിട്ട് ദേവേട്ടന്റെ അടുത്തേക്ക് വന്ന എന്റെ തല തോർത്തി തന്ന് ദേവേട്ടൻ താലിയെടുത്ത് കഴുത്തിലിട്ട് തരുമായിരുന്നു. വേറൊരു കാര്യം കൂടി പറയട്ടെ. അന്നൊരിക്കലും എന്റെ സാരി ദേവേട്ടന്റെ ബ്രേസ്ലെറ്റില് ഇതേപോലെ ഓർമ്മയുണ്ടോ? എന്റെ വൈദേഹിയോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതങ്ങനെ വെറുതെ ചിന്തിക്കുന്നതോ വെറും ഓർമ്മകളോ അല്ല. എന്റെ ജീവിതത്തിൽ ഇപ്പൊ എന്റെ വൈദേഹി എന്റെ കൂടെ ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ജീവനുള്ള കാലത്തോളം അതെന്റെ നെഞ്ചിലുണ്ടാകും. അങ്ങനെയല്ല ദേവേട്ട, ഇപ്പോഴും ദേവേട്ടന്റെ ആ പഴയ വൈദേഹി ദേവേട്ടന്റെ കൂടെയുണ്ട്. ദേവേട്ടൻ അത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരിക്കലും ഇതുപോലെ അകന്നു പോയപ്പോ എന്നെ കണ്ടെത്താൻ വേണ്ടി ദേവേട്ടൻ എന്തൊക്കെയാ ചെയ്തത്? എന്നിട്ട് ഇപ്പോഴെന്താ ദേവേട്ട തൊട്ടടുത്തുണ്ടായിട്ടും അകറ്റാൻ കിണഞ്ഞ് ശ്രമിക്കുന്നത്? എന്നോട് നീ ഇനി അധികം സംസാരിക്കരുത്. കാരണം നീ എന്റെ വൈദേഹിയാണെന്ന് എനിക്ക് തോന്നിപ്പോവാ. ഒരിക്കൽ എന്റെ വൈദേഹി എന്നിൽ നിന്ന് അകന്നൊരു സമയത്ത് അവിടെ തിരിച്ചു വരുന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്റെ ചുറ്റുവട്ടത്ത് എവിടെ ഉണ്ടെന്നും തോന്നി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ആ വിശ്വാസവും പ്രതീക്ഷയും എന്നെ കൈവിടിഞ്ഞു കഴിഞ്ഞു. വൈദേഹി ഇല്ല എന്നുള്ളൊരു വേദന മാത്രമേ ഇപ്പൊ എന്റെ കൂടെയുള്ളൂ. നിന്റെ ഈ സംസാരവും പെരുമാറ്റവും എല്ലാം എന്റെ വൈദേഹി ഓർമ്മിപ്പിക്കുക. പക്ഷേ എന്റെ കൈകളിൽ കിടന്ന് പെടഞ്ഞു മരിച്ചത് എന്റെ വൈദേഹി തന്നെയാ. രൂപമൊക്കെ രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കാം. പക്ഷെ ഒരു വ്യക്തിക്ക് മറ്റൊരാളാവാൻ കഴിയില്ല. സത്യത്തിൽ നീ വൈദേഹിയാണോ വൈശാലിയാണോ? നീ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇതെന്തൊരു വല്ലാത്തൊരവസ്ഥയാ ദൈവമേ. ദേവേട്ടന് തെറ്റു പറയാൻ പറ്റില്ല. ദേവേട്ടന്റെ അവസ്ഥ അതായിപ്പോയി. എന്നെ കുറിച്ച് ആലോചിക്കുന്ന ഓരോ ക്ഷണവും കൺമുന്നിൽ മരിച്ചുപോയ എന്റെ രൂപ ദേവേട്ടൻ കാണുന്നത്. അതുകൊണ്ടാ പോയ ജീവനെ കുറിച്ചല്ലാണ്ട് ദേവേട്ടന് വേണ്ടി പിടയുന്ന ഈ ജീവനെ കാണാൻ ദേവേട്ടന് കഴിയാതെ പോകുന്നത്. ഈ സത്യം എനിക്ക് മനസ്സിലാവും. അല്ലായിരുന്നെങ്കിൽ എന്റെ ദേവേട്ടന് എന്നെ തിരിച്ചറിയണ്ടാവോ? ദേവേട്ടന്റെ മനസ്സും ചിന്തകളും എല്ലാം അവിടെ കുടുങ്ങി കിടക്കുക. അതൊക്കെ തിരുത്താനാ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. ആ സംഭവത്തിൽ കുരുങ്ങിക്കിടക്കുന്ന മനസ്സ് ഞാൻ പയ്യെ അഴിച്ചെടുത്തോളാം. ദേവേട്ടന്റെ മനസ്സിൽ വൈദേഹിയോടുള്ള സ്നേഹം വീണ്ടും തളർക്കും. ദേവേട്ടന്റെ മനസ്സ് എന്നെ തിരിച്ചറിയുന്ന നിമിഷം ഉണ്ടാവും. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടും വേണ്ടപ്പെട്ടവരെ തിരിച്ചറിയാത്തതുകൊണ്ടും എന്റെ പോരാട്ടം ഞാൻ നിർത്തില്ല ദേവേട്ട. ഒരു കാലത്ത് ദേവേട്ടൻ എന്നെ സ്വന്തമാക്കാൻ ആര് പറഞ്ഞിട്ടും കേൾക്കാത്തൊരു പോരാട്ടം നടത്തിയില്ലായിരുന്നു. അതിനെ മനസ്സിലേറ്റ് വാങ്ങിക്കൊണ്ട് ഞാനും എന്റെ പോരാട്ടം നടത്തട്ടെ. എന്നെ ഇവിടുന്ന് തല്ലി ഓടിച്ചാലും വീണ്ടും വീണ്ടും ഞാൻ തിരിച്ചു വരും. നമ്മുടെ സ്നേഹവും നമ്മുടെ ബന്ധവും വീണ്ടും തളിരിട്ട് തുടങ്ങും. ആരാധ്യ എന്തൊക്കെയാ പറയുന്നേ? അതെ ദേവ, പ്രശ്നങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടല്ലേ പറ്റൂ. അതാണിത്. ഈ പ്രശ്നത്തില് ഇത് തന്നെ പരിഹാരമെന്ന് എനിക്കും തോന്നുന്നു ദേവ. രണ്ടിലൊന്ന് അറിഞ്ഞാലല്ലേ ഇവിടെയുള്ളവർക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇതിലിനി അറിയാൻ എന്തിരിക്കുന്നു അമ്മേ? അവള് വൈദേഹി അല്ലെന്നുള്ളത് തെളിഞ്ഞതല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത്? അങ്ങനെ ചോദിച്ചാ ദേവനൊരു അല്പം മനസാക്ഷി കൂടിയതുകൊണ്ട് അവൻ പിടിച്ചോണ്ടുവന്ന പ്രശ്നമല്ലേ? അതെന്തെങ്കിലും ആവട്ടെ, നിയമപ്രകാരം അവള് വൈദേഹിയാണെന്നുള്ളതിന് അവളുടെ കയ്യിൽ തെളിവുണ്ട്. അത് തെറ്റാണെന്ന് തെളിയിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ഈ DNA ടെസ്റ്റ്.
വൈദേഹിയുടെ അമ്മയുടെ DNA വൈശാലിയുടെ DNA കൂടി എടുത്തു നോക്കണം. എന്തായാലും മോളല്ലാത്തതുകൊണ്ട് DNA തമ്മിൽ യോജിക്കില്ലെന്നത് നമുക്കുറപ്പാ. അപ്പോ ഈ കോർട്ട് നോട്ടീസ് അസാധുവായിക്കോളും. പക്ഷെ ശാന്തി അമ്മായിക്ക് മനോനില തെറ്റിയിരിക്കുന്ന സമയല്ലേ? അമ്മായിയുടെ അനുവാദമില്ലാതെ ഈ ടെസ്റ്റ് ചെയ്യിക്കാനും പറ്റില്ലല്ലോ. അതൊക്കെ പറ്റും. അങ്കിൾ ആന്റിയുടെ ചേട്ടനായതുകൊണ്ട് അങ്കിളിന്റെ സമ്മതത്തോടുകൂടി കോടതിയിൽ നിന്നുള്ള ഡോക്ടേഴ്സിന്റെ സാന്നിധ്യത്തിൽ സാമ്പിൾസ് എടുത്ത് നമുക്ക് ടെസ്റ്റിന് അയക്കാനായിട്ട് പറ്റും. അപ്പൊ അതോടുകൂടി അവള് വൈശാലിയാണോ വൈദേഹിയാണോ എന്നുള്ള കാര്യം തെളിയുമല്ലേ? ദേവേട്ടാ എന്നെന്തിനാ വിളിച്ചേ? അവിടെയല്ല, ഞാനാ നിന്നെ വിളിച്ചത്. കോടതി തന്ന നോട്ടീസ് കൊണ്ട് ഈ വീട്ടിൽ കയറി കൂടിയിരിക്കല്ലേ നീ. പക്ഷെ ഈ വീട്ടിലുള്ള ആർക്കും നീ വൈദേഹിയാണെന്നുള്ള കാര്യം വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നീ ഒരു ടെസ്റ്റിന് സമ്മതിക്കണം. സത്യത്തെ സത്യമാണെന്ന് വിശ്വസിക്കുന്നവരെ പരീക്ഷണങ്ങളും ഉണ്ടായെന്നിരിക്കും. അതിന്ന് രക്ഷയില്ല. എന്തിനായാലും തയ്യാറായി തന്നെയാ വന്നേ. എന്താന്ന് പറഞ്ഞോളൂ. നീ ഒരു DNA ടെസ്റ്റിന് സമ്മതിക്കണം. എന്ന് പറഞ്ഞ എന്താ? നീ വൈദേഹിയാണോ അല്ലയോ എന്ന് നീ അമ്മയാണെന്ന് പറയുന്ന ശാന്താദേവിയുമായി രക്തബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നീ ആരാ എന്താന്ന് കൃത്യം മനസ്സിലാവുമല്ലോ. ലോകത്ത് എവിടെ വേണേലും നിനക്ക് രക്ഷപ്പെടാം. ഇതിന്റെ മുമ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. അങ്ങോട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാനാ നിന്നോട് ചോദിച്ചേ. നീ വൈദേഹിയാണെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ ഈ ടെസ്റ്റിന് നീ സമ്മതിക്കണം. ഈ ടെസ്റ്റിൽ ഇനി ആർക്കും ഒരു കള്ളത്തരവും കാണിച്ച് ജയിക്കാൻ പറ്റില്ല. ഇതിന്റെ റിസൾട്ട് എന്താണെങ്കിലും അതായിരിക്കും സത്യവും. ഇതിപ്പോ പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതൊന്നും അല്ലല്ലോ. പലരും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ പണവും പ്രശസ്തിയൊക്കെ ഉള്ള ആളുകളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവരാണ് തങ്ങളുടെ മാതാപിതാക്കളെന്നും പറഞ്ഞ് സ്വത്തിൽ പങ്ക് ചോദിച്ച് പലരും വരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഈ ടെസ്റ്റാണ് നടത്താറ്. അതിന് യഥാർത്ഥ സത്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിന്റെ അവസ്ഥയും അതൊക്കെ തന്നെയാണ്. ഈ ടെസ്റ്റ് ഇപ്പൊ നടത്തിയ നീ ഞങ്ങളുടെ ശാന്തിയുടെ മകളാണോ എന്നുള്ള കാര്യം തെളിയും. പിന്നെ ഈ വാദപ്രതിവാദങ്ങളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ലല്ലോ. നീയൊന്ന് സമ്മതിക്കേ. ദേവേട്ടൻ എന്തു പറയുന്നു? ഈ ടെസ്റ്റ് ചെയ്ത ഞാൻ ദേവേട്ടന്റെ വൈദേഹിയാണെന്ന് തെളിയോ? നീ എന്റെ അമ്മായിയുടെ മോളാണോന്നും